ഹായ് നമസ്കാരം. നിങ്ങൾക്കാർക്കെങ്കിലും സ്കിന്നില് ഡ്രൈ ആയിട്ട് ചൊറിയ, സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിൽ, കുറേ വാരങ്ങളായിട്ടുള്ള ചൊറിച്ചില്, അത് ഇൻഫ്ലെയിംഡ് ആയിരിക്കുന്ന അവസ്ഥകളുണ്ടോ? അത് ചിലപ്പോൾ എക്സിമ എന്നുള്ള രോഗമായിരിക്കാം. എക്സിമ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലമേറ്ററി സ്കിൻ കണ്ടീഷനാണ്. അത് കൂടുതലും ചൊറിച്ചില്, അല്ലെങ്കിൽ ചിലവർക്ക് വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിച്ച് വരിക, അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ലീഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ കളർ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡോ ബ്രൗൺ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇൻഫ്ലെയിംഡ് സ്കിൻ ആയിരിക്കാം. ഇതിന് ആയുർവേദത്തിൽ നമുക്ക് വിചർച്ചിക എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ ആയുർവേദത്തിൽ പറയുന്ന പ്രകാരം പറയുകയാണെങ്കിൽ പിത്ത ആൻഡ് കഫ ദോഷം കൊണ്ട് വിശേഷണം ഉണ്ടായി രക്തം ദുഷിച്ച് എന്നിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് വിചർച്ചിക അല്ലെങ്കിൽ എക്സിമ എന്നുള്ള കണ്ടീഷനായിട്ട് പറയുന്നത്. ആയുർവേദത്തിൽ നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. ഈ ദോഷങ്ങളെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെ അതോടൊപ്പം മൈൻഡിനും കൂടെ നമ്മൾ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക. ഇതൊക്കെയാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോട്ടോക്കോള്. എക്സ്റ്റേണലി നമുക്ക് അല്ലെ നമുക്ക് മെഡിക്കേഷൻസും ഇന്റേണൽ മെഡിക്കേഷൻസ് ഒക്കെ ആവശ്യമാണ്. ഇന്റേണൽ മെഡിക്കേഷൻസ് ഇപ്പോൾ പിത്തകം ഘൃതം, മഞ്ചിഷ്ടാതി കഷായം അല്ലെങ്കിൽ നിംബാസവം പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കാം. എക്സ്റ്റേണലി നമുക്ക് ധാരകളുണ്ട്. നമുക്ക് ഈ മഞ്ഞളും വേപ്പിൻ്റെ തൊലിയും ഇതൊക്കെ തിളപ്പിച്ചിട്ടുള്ള അതിൻ്റെ വെള്ളം കൊണ്ട് നമുക്ക് കഴുകാം. തിമ്പാതി ചൂർണം വെച്ചിട്ട് നമുക്ക് ലേപനങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പുറമെ നമുക്ക് ഏലാതി തൈലം വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പൊട്ടി ഒലിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ആമപാചനം ചെയ്തതിന് ശേഷമായിരിക്കാം നമുക്ക് ഇതിലേക്കൊക്കെ കടക്കാൻ പറ്റുക. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യുക. ഓരോ അവസ്ഥയ്ക്കും വേറെ ട്രീറ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ ആഹാരം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആഹാരങ്ങൾ ഒഴിവാക്കാം. ഈ സ്പൈസി അല്ലെങ്കിൽ പുളിച്ച ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാം. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കാം. ഫ്രൈഡ് ആയിട്ടുള്ള ഒഴിവാക്കാം. ചിലപ്പോൾ ചില വിരുദ്ധ ആഹാരങ്ങൾ നമുക്ക് ഒഴിവാക്കാം. തൈരും ഫിഷും ഇതൊക്കെ ഒരുമിച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ പാലും ഹെവി ആയിട്ടുള്ള, ഇപ്പോൾ പാല് തന്നെ ചിലർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് അത് ഒഴിവാക്കാം. പാലും ഇപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് കൂടുതലും വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ ആഡ് ചെയ്യാം. കൂടുതലും പൈപ്പയ്ക്ക, പടവലങ്ങ, ചുരയ്ക്ക, അല്ലെങ്കിൽ മഞ്ഞൾ, അല്ലെങ്കിൽ തണുത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കുക, ചൂടുവെള്ളം ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് പ്രാണായാമം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ധ്യാനം, പാട്ട് കേൾക്കുക, ഇപ്പോൾ മൈൻഡ് ഒന്ന് സ്ട്രെസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ആയുർവേദത്തിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചും ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ആക്കിയ ആയുർവേദത്തിലും നമുക്ക് നല്ല ഇതിനു വേണ്ടിയുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. താങ്ക് യു.